അടുത്തൊരു പെർഫോമൻസിലേക്കാണ്. അടുത്ത പെർഫോമൻസുമായി എനിക്ക് കൂടെയുള്ളത്. മോളെ പേരെന്താ? അഷ്ടമി. അഷ്ടമിയുടെ ഐറ്റങ്ങൾ ഏതൊക്കെയായിരുന്നു? കാവ്യക്കേളി. അപ്പൊ നമുക്ക് കാവ്യക്കേളി കുറച്ച് പെർഫോം ചെയ്താലോ പ്രേക്ഷകർക്ക് വേണ്ടി? ഓക്കെ. അഴകൊഴുകുന്ന ജീവിതപ്പൂക്കളം, വഴിയരികിലെ വിശ്രമത്താവളം, കഴുകനിജ്ജടം കാത്തു സൂക്ഷിക്കുന്ന കഴുമരം ഭ്രമിച്ചു ഞാൻ തെല്ലിട. അഴലിലാനന്ദലേശമിട്ടെപ്പോഴും മെഴുകി മൂടി വളർത്തുമീ മേടയിൽ, കഴരൊരർപ്പമർത്തിയു നീടുകിൽ വഴുതി വീഴാതിരിക്കില്ല നിശ്ചയം. എങ്ങനെയാണ് ഇവ ഓരോന്നും പഠിച്ചെടുക്കുന്നത്? കവികളിലൊരു പുസ്തകം വാങ്ങിച്ചു, അങ്ങനെ പഠിച്ചു. കുറച്ച് നെറ്റിലൊക്കെ നോക്കി പഠിച്ചു. നോക്കി പഠിച്ചു. കവിതകളോടൊക്കെ ഇഷ്ടമാണോ? കേൾക്കാനും ചൊല്ലാനും ഒക്കെ ഇഷ്ടമാണ്. വേറെ ഏതെങ്കിലും കവിത അറിയുന്നത്? ഒരു 2 വരി പാട്ടോ ലളിതഗാനോ ഇഷ്ടമുള്ളത് ഏതെങ്കിലും? കവിത മതി. ആദിരാവിൻ്റെ അനാദി പ്രകൃതിയിൽ ആരംഭമിട്ടോരസംസ്കൃത ചിന്തയിൽ നീറയുറഞ്ഞു മുടഞ്ഞു മുരുകിയും ഭൂതപ്രപഞ്ചമൊരുക്കും സനാതന കാലമതിൻ്റെ ചതുമ്പലെരിഞ്ഞൊരു നാളമുയർന്നു തെളിഞ്ഞതാണഗ്നി നീ. ആരെഴുതിയ കവിത? കവിതയുടെ പേര്? അയ്യപ്പ പണിക്കരുടെ അഗ്നിപൂജ. അഗ്നിപൂജ എന്ന കവിതയാണ്. അപ്പോൾ മനോഹരം മോളെ, താങ്ക് യു സോ മച്ച്. കൈരളിയുടെ വേദിയിൽ എത്തിയതും ഞങ്ങൾക്ക് വേണ്ടി പാടി തന്നതിനും ഓൾ ദ വെരി ബെസ്റ്റ്.